അതാ ഇത് കണ്ടങ്ങള് ഞാനിങ്ങനെ പിന്നെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴേക്ക് ഒരു പിന്നെ സ്ത്രീയുടെ വീഡിയോ ആണേ. അപ്പോൾ ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേങ്കിൽ ഇവരുടെ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് പേര് പോയിട്ട് വളരെ മോശമായ കമൻറ്റ് ചെയ്യുവേ, വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൽ കയറും, എന്നിട്ട് അവരുടെ വീട്ടുകാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് വെച്ചിട്ട് പിന്നെ അത് ചെയ്യുമായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് ഏതോ ഒരു ചങ്ങാതിയായിരുന്നു ഇവർക്ക് കമൻറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വളരെ മോശപ്പെട്ടൊരു കമൻറ്റ് ചെയ്തു. അതിന് അവർ മറുപടി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ അമ്മയെയും വെച്ചിട്ട് അമ്മയൊക്കെ ഇതുപോലെ തന്നെയാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മറുപടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മിനിമം ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കയറുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലാക്കുമോ നിങ്ങൾ? അതായത് ഒരു 95% പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളിയോട് തെറിവിളിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഒന്ന് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേ അതിൻ്റെ അകത്ത് അവരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവരെന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ വീഡിയോയിൽ കയറിയിട്ട് കമൻ്റ് ഇടുന്നവരോടും എനിക്ക് പരിഭവമില്ല, അവരിനി മറച്ചിട്ടാലും പരിഭവമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കാണിച്ചോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇമ്മാതിരി പോക്കൃത്തരം പറയരുത്. എന്താണെന്നറിയാം, ഇതിവിടെ കിടക്കട്ടെ. ഷാള് ഒക്കെ ഇട്ട് വീഡിയോ പിടിക്കാൻ ഞാൻ പഞ്ചായത്ത് പണിക്ക് പോകുകയല്ല, വീഡിയോ ചെയ്യുവല്ലേ. ഞാൻ എൻ്റെ ശരീരത്തിലൊന്നും എക്സ്ട്രാ പിടിപ്പിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ശരീരത്തിലുള്ള സാധനങ്ങളൊന്നും അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നതുമല്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ കാണും. പിന്നെ ഒരു കാര്യം, ഞാൻ തള്ളയാണെന്ന് എനിക്ക് തോന്നാത്തിടത്തോളം കാലം നിങ്ങളുടെ കുരക്കലിനൊന്നും ഒരു പ്രശസ്തിയുമില്ല. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ പണിക്ക് പോകുന്നവർ, എനിക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ഇതെന്താണെന്ന്. അതായത് പഞ്ചായത്തിൽ പണിക്ക് പോകുന്നവരെന്താ അങ്ങനെ മോശക്കാരാണോ? പഞ്ചായത്തിൽ പണിക്ക് പോകുന്നവർ അന്തസ്സുള്ളവരാണ്. നിങ്ങൾ വിചാരം നമ്മളെ വീട്ടിൽ വന്നിട്ട് മറ്റേ ഇതെടുക്കുന്നില്ല, ഹരിതസേന അംഗങ്ങളില്ലേ, ഒരുപാട് ആൾക്കാർ അവരെയൊക്കെ തെറി പറയുന്നതാണ്. പക്ഷേ അവരൊക്കെ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ, അതെന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി ചെയ്യുന്നതാണ് അവർ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ കച്ചറ എടുക്കാൻ വരുന്നവരായിരിക്കും, പക്ഷേ അവരൊക്കെ അഭിമാനമുള്ളവരാണ്. അവരൊന്നും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാളിട്ട് നടക്കാൻ ഞാൻ പഞ്ചായത്ത് പണിക്ക് പോകുന്നതല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പഞ്ചായത്ത് പണിക്ക് പോകുന്നവർക്ക് എന്താ എക്സ്ട്രാ എന്തെങ്കിലും ഇതുണ്ടോ? അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് അവരെന്തെങ്കിലും ഡ്രസ്സ് ധരിച്ചു പോകുന്നുണ്ടോ? അവർ കൃത്യമായിട്ട് അവർ യൂണിഫോം ഉണ്ടെങ്കിൽ അത് ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മമാരൊക്കെ ആണെങ്കിൽ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് വലിയ ഷർട്ട് ധരിക്കാറുണ്ട്. അതൊക്കെ ധരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് പല ആൾക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ്, എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൊഴിലുറപ്പുകാർ അല്ലെങ്കിൽ പഞ്ചായത്ത് പണിക്ക് പോകുന്നവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു തരം താഴ്ത്തുന്ന പോലെ. അതായത് പഞ്ചായത്തിലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തരംതാണ പണിയാണോ, അല്ലെങ്കിൽ പഞ്ചായത്ത് പണി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങളെ വീഡിയോ ചെയ്യുന്നതൊക്കെ നിങ്ങളെ സ്വാതന്ത്ര്യമാണ്. അതിൻ്റെ അകത്ത് തെറി വിളിക്കുന്നവരുണ്ട്, തെറി വിളിക്കാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്, അതൊക്കെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഈ പഞ്ചായത്ത് പണിക്ക് പോകുന്നവരല്ല എന്ന് പറഞ്ഞതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എന്നെ വന്ന് തെറി വിളിക്കാൻ വരണ്ട. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ സാധാരണക്കാരാണ്. പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സഹോദരങ്ങളും ഒക്കെ നമുക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പണിക്ക് പോകുന്നവർ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഒന്ന് കാണിച്ചു കൂട്ടുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചി ചില സമയത്തൊക്കെ തന്നെ എന്താ ഉദ്ദേശിക്കുന്ന പോലും മനസ്സിലാകുന്നില്ല. അതായത് എന്താ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്, എന്താണ് നിങ്ങൾ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്തൊക്കെയോ നിങ്ങൾ എന്തൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, എന്തൊക്കെയോ നിങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ തന്നെയാണോ ഈ കമൻ്റൊക്കെ ഇടുന്നത് എന്നുള്ളൊരു സംശയം വരെ എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേജ് നോക്കിയപ്പോഴേ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടുവരുന്നു. നിങ്ങൾ റിയാക്ട് ചെയ്ത രീതി കണ്ടു. അതായത് മറ്റുള്ളവരുടെ, അതായത് ഒരുത്തൻ കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ അവൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് അവൻ്റെ വീട്ടുകാരെ മുഴുവൻ കൊണ്ടുവന്ന് ഇതൊക്കെ ഞാൻ കണ്ടു. അതിലൊന്നും എനിക്കൊരു എന്താ പറയേണ്ടത്, ഞാനൊന്നും അഭിപ്രായമൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ കമൻറ്റ് ഇടുന്നവനും കുറച്ച് മാന്യതയൊക്കെ കാണിക്കണം. എനിക്കും ഒരുപാട് വളരെ മോശപ്പെട്ട കമൻറ്റ് വരാറുണ്ട്. ഞാൻ അവനോടൊക്കെ പലപ്പോഴും പറയാറ്, ഒന്ന് ആ ഭാര്യയുടെ ഫോട്ടോ എടുത്ത് മാറ്റുമോ, അല്ലെങ്കിൽ നിൻ്റെ മക്കളുടെയും ഭാര്യയുടെയും ഫോട്ടോ എടുത്ത് മാറ്റൂ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തെറി പറയാൻ തോന്നുന്നില്ല. അതായത് ഇവറ്റകളുടെ മുഖം കാണുമ്പോൾ എനിക്ക് തെറി പറയാൻ തോന്നുന്നില്ല. അതായത് ഇവരൊന്നും അറിയാത്ത കാര്യമാണ്.
അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ കമൻറ്റ് എഴുതുന്ന മാത്രം അവൻ്റെ മൈൻഡ് മാത്രമാണ് അതിൽ. അവൻ പ്രൊഫൈൽ വെച്ചിരിക്കുന്നത് ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആയിരിക്കും. അവരടക്കമാണ് പക്ഷേ തെറി കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയാൻ പോകാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, അവൻ്റെ മാനസിക രോഗി കാരണം ഇവരെന്തിനാണ് ഈ അമ്മയും മക്കളും എന്ത് തെറ്റാണ് ചെയ്തത്? അതുകൊണ്ട് ഞാൻ പറയാൻ പോകാറില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല. പക്ഷേ പഞ്ചായത്തുകാരെ നിങ്ങളെല്ലാവരും വെറുതെ വിടണം. കുറച്ച് നാൾ മുമ്പ് സമൂഹത്തിൽ ഭയങ്കര മാന്യതയായിട്ട് നടിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു സിംഗിൾ മദറാണ്. പിന്നെ എൻ്റെ മകൾക്ക് ഒരുപാട് പൈസ വേണം എന്നൊക്കെ പറയാറുണ്ട്. അവർക്ക് പിന്നെ എന്താ പറയുക, വീടും മറ്റൊക്കെ ഇതെല്ലാം വേണം, എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നതാണ്. പക്ഷേ അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഞാൻ ഇതുപോലെ ഒരു സ്ഥലത്ത് ഏതോ ഒരു സൈറ്റിൽ ഇങ്ങനെ നോക്കിയപ്പോഴേ അവരുടെ ഒരു വീഡിയോ കിടക്കുന്നു. അതുമാത്രവുമല്ല, അവരെ ഒരു എന്താ പറയേണ്ടത് കുറച്ച് ഇതൊക്കെ കാണിച്ചുകൊണ്ട് അവർ പറയുകയാണ് പിന്നീട് മെമ്പർഷിപ്പ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഭാഗം കാണാമെന്ന് പരസ്യം ചെയ്തിരിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം തന്നെ അവരും ഇതേപോലെ എന്തോ ഒരു എന്താ പറയേണ്ടത് തൊഴിലുറപ്പിടങ്ങളിൽ പോയിട്ട് സംസാരിക്കുന്നത് പോലെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. തൊഴിലുറപ്പിടങ്ങളിൽ പോയിട്ട് തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു കമൻറ്റോ എന്തോ ഒരു എഴുത്തോ കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് അവരോട് വെറുപ്പ് തോന്നിപ്പോയി. കാരണം എന്താ പറയുക, ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തെറി പറഞ്ഞിട്ടും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഇവരൊക്കെ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെയിൽ കൊണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചതുപ്പിലും പാടത്തും പറമ്പിലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ചെയ്ത് അന്തസ്സോട് കൂടിയിട്ട്, അതായത് വൈകുന്നേരം കിടന്നുറങ്ങുമ്പോൾ അവർക്ക് വലിയ സമാധാനമാണ്. നേരെ മറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അത് കാണിക്കുന്നവരും ഇത് കാണിക്കുന്നവർക്കൊക്കെ എപ്പോഴും ഭയം തന്നെയായിരിക്കുമായിരുന്നു. അവരുടെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും ഇവരുടെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമോ എന്നുള്ള ഒരു ഭയം. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചിക്ക് അവരെ എന്താ പേര് ഞാൻ മറന്നു, എന്താ പൊന്നുന്നാ ഇന്ദിരാന്ന് എന്തോ അങ്ങനെ എന്തോ ആണ് കേട്ടാ, ഇന്ദിരാ പൊന്നു. അപ്പോൾ ആ ഒരു ചേച്ചിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മോശമായിട്ടൊന്നും തോന്നൂല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് മോശമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് പറയാൻ മടിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പറയാൻ മടിക്കുന്ന, അയ്യോ അവരെന്തോടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്തോടെ ഇപ്പം ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാകാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പറയുന്ന പോലെയാലും മറ്റുള്ളവർ പറയുന്ന പോലെയാലും എനിക്കാരെയും നോക്കിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതും ഒരു നല്ലത് തന്നെയാണ്. പക്ഷേ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഒന്നുകിലും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറി വിളിക്കുമ്പോൾ ഒരു മിനിമം ക്വാളിറ്റി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയും പഞ്ചായത്ത് തൊഴിലാളികളെയും ഒന്നും ഒരു കാരണവശാലും നമ്മുടെ ആ ഒരു ടോപ്പിലേക്ക് വരാൻ പാടില്ല. കാരണം അവർ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് അവരുടെ മക്കളെ വളർത്തി ആ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവരാണ്. അവർക്ക് ചിലപ്പോൾ 1-2 ഉറുപ്പ്യ കുറവുണ്ടാവുമായിരുന്നു. പക്ഷേങ്കിൽ അവർക്ക് കാറുണ്ടാവില്ല. അവർ ബസ്സിന് കാത്തു നിന്ന് പോകുന്നവരായിരിക്കാം, അവർ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതായിരിക്കാം, അവർക്ക് AC കാറോ അല്ലെങ്കിൽ AC റൂമോ AC വീടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് ഒരു കാര്യമുണ്ട്, ഭയങ്കരമായിട്ടൊരു അഭിമാനമുണ്ട് അവർക്ക്. കാരണം എന്താ പറയുക, ആ ഒരു അധ്വാനത്തിൻ്റെ വേർപ്പിൻ്റെ ഇതാണ് അവരുടെ മക്കൾ ഭക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു നല്ലൊരു ഇതുണ്ട്. അല്ലാതെ ആരെയും തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ ഷാൾ ഇടൂല, ഞാൻ ഇതിടൂല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആരും പറയേണ്ടതല്ല. ഒരു സ്ത്രീ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാലോ, അവരുടെ ഇപ്പോൾ എൻ്റെ നഗ്നത മറക്കേണ്ടത് എൻ്റെ കാര്യമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ വിധത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ അത് ഓരോരോ ആൾക്കാർക്കും അങ്ങനെയുണ്ട്. അതിന് നമ്മൾ പഞ്ചായത്ത് തൊഴിലുറപ്പ് അല്ലെ അവരെയൊക്കെ എന്തിനാണ് പറയുന്നത്? നന്ദി നമസ്കാരം കേട്ടാ. നിങ്ങൾ തുടർന്നോ, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പഞ്ചായത്തും അവരെയൊക്കെ വെറുതെ വിടുക. ഹൈപ്പ് ചെയ്യണേ.